നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഗൂഗിൾ പേക്കകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിങ്സ്. സാധാരണ നമ്മളൊക്കെ ഗൂഗിൾ പേ ഉപയോഗിക്കാറുണ്ടെങ്കിലും അധികം ആളുകൾക്കും ഗൂഗിൾ പേക്കകത്തുള്ള സെറ്റിങ്സുകൾ അറിയില്ല. എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് അധികം ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ അതിനുവേണ്ടി ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത ശേഷം പല ആളുകൾക്കും ഇതുപോലെ പണം അയച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ പണം അയച്ചു കൊടുക്കുന്ന ആളുകളുടെ പേരും അതുപോലെ അവരുടെ ഫോട്ടോസൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും പല ആളുകളും ഇത്തരത്തിൽ ഇവരുടെ ഫോട്ടോസും അല്ലെങ്കിൽ ഇവരുടെ ഡാറ്റകളൊക്കെ നമ്മൾ പണം അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുമെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് കാമുകന്മാരൊക്കെ തമ്മിൽ പണം കൈമാറുമ്പോൾ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ പേര് ഇവിടെ കാണാതിരിക്കുന്നതിന് വേണ്ടി അവർ ചിലപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിക്കും. അപ്പോൾ അത്തരത്തിൽ പണം അയച്ചു കൊടുത്ത ആ ലിസ്റ്റ് എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതും പണം അയച്ചു കൊടുത്ത ഡീറ്റെയിൽസ് എങ്ങനെ കളയുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ അതുവേണ്ടി രണ്ട് മെത്തേഡാണ്. ഒന്ന്, നമുക്ക് ഇതിനകത്തുനിന്ന് ഈ പ്രൊഫൈലിൽ നിന്ന് നമുക്ക് അവരെ ഹൈഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. രണ്ടാമത്തത്, നമ്മൾ അയച്ചു കൊടുത്ത പണത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഒരു വ്യക്തിയുടെ പേര്, ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തി ഞാൻ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്യുമ്പോൾ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഹൈഡ് ഫ്രം ദി സ്ക്രീൻ എന്നൊരു ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വ്യക്തി നമ്മുടെ സ്ക്രീനിൽ നിന്ന് അങ്ങ് പോകും. പിന്നെ നിങ്ങളുടെ ഈ സ്ക്രീൻ തുറന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ഈ പേരിൽ കാണില്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആ വ്യക്തിയെ സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. അവർ ഹൈഡ് ചെയ്യപ്പെടും. പിന്നീട് പണം പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ സെർച്ച് ബാറുണ്ട്, അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവരെ നമുക്ക് വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. പക്ഷേ നമ്മുടെ സ്ക്രീനിൽ നിന്ന് അവരെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആർക്കെങ്കിലും പണം അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ പണത്തിൻ്റെ ലിസ്റ്റ് എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് ഓരോ നമ്മൾ ക്യാഷ് അയച്ചു കൊടുത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് 28,000 രൂപ അയച്ചു കൊടുത്ത് 28,000 എന്നുള്ളത് റിമൂവ് ചെയ്ത് കളയാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വന്നാൽ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സിൻ്റെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാം പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡാറ്റ ആൻഡ് പേഴ്സണലൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാം ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ, ഒരു ബ്ലൂ കളറിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നേരെ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക്. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ ആർക്കൊക്കെ എത്രയൊക്കെ പണം അയച്ചു കൊടുത്തു എന്നുള്ളതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. കാണാം 28,000, ഞാൻ നേരത്തെ കാണിച്ചത് 28,000 ഇവിടെ ഉണ്ട്. അതിന് നേരെ അവസാനത്തിൽ കാണുന്ന ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ക്യാഷാണോ റിമൂവ് ചെയ്യേണ്ടതെങ്കിൽ അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും ആ പണം അയച്ചു കൊടുത്ത ഡേറ്റ് അടക്കം അതിനകത്ത് കാണും. ഏത് ക്യാഷാണോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനത്തിൽ കാണുന്ന ഈ ഇൻറ്റു ബട്ടൺ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അവിടെ കാണാൻ സാധിക്കും ഡിലീറ്റ് ഉണ്ടാവുന്നുള്ള ഒരു ഓപ്ഷൻ. വളരെ യൂസ്ഫുൾ ആണ്. ഒരുപാട് ആളുകൾ പല ദിവസങ്ങളായിട്ട് ചോദിച്ച ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.